എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ PNCMAC അതായത് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള 4th അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ സെപ്റ്റംബർ 20 വൈകുന്നേരം 5 മണി വരെയാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരവും സെപ്റ്റംബർ 20 വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു സംശയമാണ്, വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അടുത്ത 4th അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള സീറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സംശയത്തിലുള്ള ഉത്തരം നമുക്ക് നോക്കാം. അതായത് വിദ്യാർത്ഥികൾക്ക് ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ വിദ്യാർത്ഥികൾ ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതാണ് എന്നുള്ളത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. അതായത് ജസ്റ്റ് ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഉദാഹരണം ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ A എന്നൊരു കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ A എന്ന കോളേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യാതെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് മാത്രം ചെയ്തു എന്ന് കരുതുക. അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് 10,000 രൂപയാണ്. അപ്പോൾ ആ ഒരു പൈസ മാത്രം നിങ്ങൾ അടച്ച് നിങ്ങൾ ഈ ഒരു അടുത്ത 4th അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതല്ല അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ പിന്നീട്, അതായത് നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്തു എന്ന് കരുതുക. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യാതെ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നതാണ്. അതായത് പിന്നീട് വരുന്ന 4th അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കും. എന്നാൽ അതിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ജോയിൻ ചെയ്യാം. അഥവാ അലോട്ട്മെൻറ്റ് 4th അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയുള്ള ആ ഒരു സീറ്റ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അഡ്മിഷൻ എടുക്കാത്തത് കൊണ്ട് ഡിലീറ്റ് ആയി പോകും. അതായത് അത് ക്യാൻസലായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കിട്ടിയിട്ടുള്ള കോളേജിൽ നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ എടുത്താൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. എന്നാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് മാത്രം അടച്ചുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഈ ഒരു അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും. എന്നാൽ ഇപ്പോൾ കിട്ടിയുള്ള സീറ്റ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാത്തതുകൊണ്ട് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. നിലവിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ലഭ്യമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ ഒരു കോളേജിലും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസിലെ കോളേജ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു മിനിമം ഏകദേശം 15ഓളം കോളേജ്, അതായത് ഓപ്ഷൻസ് ആണ് ഇതിൽ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ നൽകിയുള്ള ഏതെങ്കിലും കോളേജ് ഓപ്ഷനുകൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ, അതായത് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത മനസ്സിലാക്കി നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു 3rd അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു ക്ലിക്ക് ഹിയർ ടു BSc നഴ്സിംഗ് 3rd അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഒന്നുകിൽ ജോയിൻ ചെയ്യുക, അതല്ലെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റേതെങ്കിലും കോളേജ് കിട്ടുമോ എന്ന് വെയിറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കോളേജിൽ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ കിട്ടിയിട്ടുള്ള സീറ്റ് പോകും. അതുപോലെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നതല്ല. അതുപോലെ അലോട്ട്മെൻ്റ് ഒന്നും എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം, അതായത് ഈ ഒരു 2 കാര്യം, ഏതൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാലും അതിനൊരു നെഗറ്റീവ് വരുന്നുണ്ട്. അതായത് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. അതേസമയം അഡ്മിഷൻ എടുക്കാതെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് നഷ്ടപ്പെടും. എന്നാൽ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും. അതിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത്, അതായത് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ജോയിൻ ചെയ്യാം, കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് അലോട്ട്മെൻറ്റുകൾ വെയിറ്റ് ചെയ്ത് അതിൽ കിട്ടുമോ എന്ന് പരിശോധിക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷം ഏകദേശം 6ഓളം അലോട്ട്മെൻറ്റാണ് ഉണ്ടായിരുന്നത്. അതായത് സീറ്റ് വേക്കൻസി ഉള്ളതുകൊണ്ട് 6ഓളം അലോട്ട്മെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം ഈ ഒരു സീറ്റ് വേക്കൻസി എത്രത്തോളം ഉണ്ട് അതനുസരിച്ചായിരിക്കും ഈ ഒരു അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യാനും നിങ്ങൾക്കിവിടെ ലോഗിൻ അലോട്ടഡ് യൂസേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ഡീറ്റെയിൽസ് നൽകിക്കൊണ്ട്, അതായത് ലോഗിൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു, അതായത് BSc നഴ്സിംഗ് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു, അതായത് നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഈ ഒരു 20 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട്, അതായത് ലോഗിൻ ഓൾറെഡി രജിസ്റ്റേർഡ് യൂസേഴ്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു BSc നഴ്സിംഗ് കോഴ്സ് സെലക്ട് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക്, അതായത് നിലവിൽ ഇപ്പോൾ ആ ഒരു രീതിയിൽ, അതായത്
എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം നിലവിൽ ഇപ്പോൾ വെബ്സൈറ്റിൽ ലഭ്യമല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ആ ഒരു എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം നിലവിൽ ഇപ്പോൾ വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു അഡ്മിഷൻ്റെ ആ ഒരു ഡേറ്റ് കഴിഞ്ഞ ശേഷമായിരിക്കും ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജിൽ വിദ്യാർത്ഥികൾ ഈ ഒരു ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടിയിട്ടുള്ള സീറ്റ് നഷ്ടപ്പെടും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടും. അതേസമയം നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയിട്ടുള്ള സീറ്റ് നിങ്ങൾക്ക് അവിടെ സെക്യൂർ ആകും. എന്നാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടില്ല എന്നാണ്. അതായത് ഈ ഒരു 2 കാര്യം ചെയ്താലും അതിൽ ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ്, അതായത് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടും. അതായത് ഈ ഒരു അഡ്മിഷൻ എടുത്താൽ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു അഡ്മിഷൻ എടുക്കാതെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് മാത്രം ചെയ്യുകയാണെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയുള്ള സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കണോ അല്ലെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.